പെട്ടെന്ന് വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ വാതിലോർക്ക് ഞാൻ പുറത്തുണ്ടെന്നേ ഉണ്ണി വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കാണാൻ വേണ്ടി രാത്രിയായിരുന്നു കേട്ടോ വന്നത്. ഇത് ഞാൻ 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. കുഞ്ഞിക്കിളിയാണെങ്കിൽ ഉണ്ണിയപ്പനെ കണ്ടിട്ട് ഈ മനുഷ്യൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്നുള്ളൊരു മൂഡിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണേ. കയ്യിലെ ചോക്ലേറ്റ് കൊടുത്തപ്പോൾ ആള് ഭയങ്കര ഹാപ്പി. പിന്നെ ഫ്ലാറ്റ് ആയിട്ടാ. എന്തായാലും പിറ്റേ ദിവസം ഞാൻ അങ്ങോട്ട് പോവാതിരിക്കണായിരുന്നു. ഉണ്ണി എന്തായാലും ഇങ്ങോട്ട് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വന്ന് ബസ്സിനായിട്ട് വന്ന് കൈക്ക് റെഡി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളും ബസ്സിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് വൈപ്പിൻ വഴിയാണ് വന്നത്. റോറോയിലൊക്കെ അത്യാവശ്യം തിരക്ക് കുറഞ്ഞ സമയമായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 7:30-8 മണി ആവാറായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വൈപ്പിൻ വഴി ബസ് ഞാൻ ആദ്യമായിട്ടാണ് വരണത്. എന്തായാലും കൊള്ളാം, എല്ലാ എക്സ്പീരിയൻസ് ചെയ്യണത് സന്തോഷമല്ലേ. അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യം ഒരു ചായ കുടിക്കാന്നായിരുന്നു കേട്ടോ. നേരെ നമ്മുടെ ചായക്കടയിലേക്ക് പോയി. റോറോ ഇറങ്ങി ഫ്രണ്ടിൽ തന്നെ ചായക്കട ഉള്ളതുകൊണ്ടും നിർണ്ണയിടം വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടും തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിക്കാൻ തുടങ്ങി. ചായയല്ല, ബൂസ്റ്റ് കുടിക്കാൻ തുടങ്ങിയിട്ട്. ചായ എനിക്ക് പൊതുവേ ഇഷ്ടമേ അല്ല. ചായ ലവേഴ്സ് ഒരുപാടുണ്ടെന്ന് അറിയാം. എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ബൂസ്റ്റ് ഞങ്ങൾ പറഞ്ഞു. തണുത്ത പാലായിരുന്നു കേട്ടോ, അതുകൊണ്ട് വലിയ സുഖം ഉണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ കടിക്കാൻ വേണ്ടിയിട്ട് പഴംപൊരിയല്ല, ഉണ്ടമ്പൊരിയുടെ തന്നെ വേറൊരു വെർഷനായിട്ടുള്ള ഒരു സാധനം, ഒരു കടിയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 2 പാനിപ്പൂരിയും കൂടി കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും നെർണാണ്ട് എത്തിക്കഴിഞ്ഞു ഗൈസ്. നെർണാണ്ടോടെ കയറി ഞങ്ങൾ നേരെ ആദ്യം പോയി നമ്മുടെ കുഞ്ഞുണ്ണിയെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ചെക്കൻ നല്ല ഉറക്കത്തിലായിരുന്നു. മോസ്കറ്റോ നെറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല സുഖമായിട്ടായിരുന്നു ഉറങ്ങുന്നത്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ചെക്കനെ എണീപ്പിച്ചു കേട്ടോ. കുഞ്ഞിക്കിളിയാണെങ്കിൽ ഒരു ആക്രമണം തന്നെയായിരുന്നു. ഉമ്മ വയ്ക്കൽ കെട്ടിപ്പിടിക്കൽ അധികം അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചില്ല കേട്ടോ. കാരണം കളി കാര്യമാവും എന്നറിയായിരുന്നു. എന്തായാലും ഇവന് കുഞ്ഞുമാവിനെ കാണാൻ ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പിച്ചിക്കൂട്ടു എന്ന് പറയില്ല, അതുപോലെയായിരുന്നു കേട്ടോ. ഞാനും ഇപ്പോഴും കുഞ്ഞിക്കിളിനെ അങ്ങനെ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അവൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരം നമ്മളെ കുഞ്ഞുണ്ണീനെ ഇങ്ങനെ കളിപ്പിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇത് ഇറങ്ങി. ഇപ്പോൾ ചെക്കൻ തനി സ്വഭാവം എടുത്തു. സ്നേഹം എടുത്ത് വന്നാൽ ഇങ്ങനെയുണ്ട്. സ്നേഹം കുഞ്ഞിക്കിളിയും ഭയങ്കര ഒരു ബോണ്ടാണ് കേട്ടോ. കാരണം എത്ര നാൾ കാണാതിരുന്നാലും കുഴപ്പമില്ല അവർ തമ്മിലെങ്കിലും ആ ഒരു സ്നേഹമല്ല എന്താ പറയുക, ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയും നേരെ വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും അമ്മച്ചിനെ കണ്ടിട്ട് അമ്മച്ച കൈക്ക് റെഡി ആയിട്ടില്ല. അങ്ങനെ ചെന്നപാട് ഒരു ഉമ്മയൊക്കെ കിട്ടി നേരെ അടുക്കളയിലേക്ക് പോയി കറിച്ചട്ടിയും കഞ്ഞിക്കലും ഒക്കെ തുറക്കാൻ വേണ്ടി ചെന്ന് നല്ല ചെമ്മിക്കറി പയറ് ആദ്യം തുറന്നത് എണ്ണയായിരുന്നു. ഞാൻ ഇതെന്താ ഒന്നും ഇല്ലേന്ന് ഓർത്തു കേട്ടോ. അങ്ങനെ പയറും പിന്നെ നമ്മളെ സ്പെഷ്യലായിട്ടുള്ളത് ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കുക, കുറേ നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി വിശേഷം നെക്സ്റ്റ് കാണാം കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു.